എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള മായ നമ്മളന്ന് കുടിച്ചില്ലേ, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്നാ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അത് റിയാക്ട് ആയതാണോ? നമസ്കാരം. പാറശാല ഷാരോൺ വധക്കേസിലെ വിധി ഇന്ന് വന്നു. വളരെ ആശ്വാസം തരുന്ന, സന്തോഷം തരുന്ന കുടുംബത്തിനാണെന്നുണ്ടെങ്കിലും ഏതൊരു വ്യക്തിക്കും, മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും സന്തോഷവും സമാധാനവും തരുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ചെകുത്താൻ്റെ മനസ്സുള്ള കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ഇതന്നെയായിരിക്കും ഓരോ വ്യക്തിയും, ഈ കേസ് എന്താണെന്ന് അറിയുന്ന, ഈ നാൾവഴികൾ കണ്ടിട്ടുള്ള ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. ആ ഒരു ന്യൂസാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സ്ത്രീ എന്നുള്ള പദവി, ആ ഒരു പദവിക്ക് അർഹയായിട്ടുണ്ട് കഷായം ഗ്രീഷ്മ. ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് ഇന്നും കോടതിയിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ ഇതിൻ്റെ മേലെ കോടതികളുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള അപ്പീൽ പോയിട്ട് ഇതിൽ ഈ ഒരു വിധിയിൽ ഡയല്യൂഷൻ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കണം. എന്താണെന്നുണ്ടെങ്കിലും ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള അറ്റംപ്റ്റ് നടത്തുക, പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിനെ കൊല്ലാൻ തീരുമാനിച്ച് അയാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ കൂസലൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഇന്ന് നിങ്ങൾ എത്ര പേര് അതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ കേട്ടു എന്നുള്ള അറിയില്ല. അപ്പോൾ കോടതി നോർമൽ കണ്ടീഷനിൽ ഇത് ഡയറക്റ്റായിട്ട് വിധി പറയുന്ന ഒരു സിറ്റുവേഷന് പകരം കോടതി ആദ്യം ഈ ഷാരോണിൻ്റെ മാതാപിതാക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരും ഈ ഒരു വിധിക്ക് സാക്ഷ്യം വഹിച്ചു. ഗ്രീഷ്മയ്ക്ക് പ്രായം കുറവാണ് എന്നായിരുന്നു അവർ വാദിച്ചിരുന്നത്. പ്രായം കുറവാണ്, പഠിക്കുന്ന കുട്ടിയാണ്, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. പിന്നെ മെയിനായിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഇതുപോലുള്ള ആൾക്കാരെ തിരുത്തിയിട്ട് അവരെ നേർവഴിക്ക് നയിക്കേണ്ടത്, നല്ല രീതിയിലുള്ള ജീവിതം അവർക്ക് കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. ഇതായിരുന്നു അവരുടെ വജ്രായുധം. ഇതിനെ വളരെ കടക്കൽ വെട്ടുന്ന രീതിയിലാണ് കോടതിൻ്റെ ഫസ്റ്റ് പരാമർശം തന്നെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത് പ്രായം കണക്കിലാക്കാൻ കഴിയില്ല, കാരണം മരിച്ചിട്ടുള്ള ഷാരോണിനും അതേ പ്രായമായിരുന്നു. കാരണം അപ്പോൾ അവരുടെ വാദം അവിടെ തന്നെ പൊളിയുന്നു. ഇതാണ് ഫസ്റ്റ് സംഭവമുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസുള്ളത്, ഈ പ്രതിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ വാദിച്ചിരുന്നത്. അപ്പോൾ ഇത് ഓരോ വാദങ്ങൾ വെക്കുന്നതും കോടതി തന്നെ അതിനെ വളരെ ക്ലിയറായിട്ട് ഖണ്ഡിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് പ്രായം കുറവാണെന്നുള്ളൊരു കേസ്, രണ്ടാമത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന്. അപ്പോൾ അടുത്ത വഴിക്ക് കോടതിയിലേക്ക് നിരീക്ഷണം അതായിരുന്നു. അതായത് ഇതിന് മുന്നേ ആ ഒരു വധശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. ജ്യൂസ് ചലഞ്ചിലൂടെ നടന്നിട്ടുള്ളത് വധശ്രമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതിന് മുന്നേ, ഈ കൊല്ലുന്നതിന് മുന്നേ ശ്രമിച്ചിട്ടുണ്ട് കൊല്ലാൻ. അപ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന്. പിന്നെ ഏറ്റവും കൂടുതൽ കോടതി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, സ്നേഹത്തിനും വിശ്വാസത്തിനും യാതൊരു വിലയും ഇല്ല, സ്നേഹിച്ചു കഴിഞ്ഞാൽ വഞ്ചിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ എത്രത്തോളം ജനറലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഷാരോൺ തിരിച്ച് ഇവളെ വളരെ ആത്മാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്നു. ചെകുത്താൻ്റെ മനസ്സാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഡെവിലിഷ് മൈൻഡ് എന്ന് തന്നെയാണ് ഈ ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവർ മെയിനായിട്ട് ഉന്നയിച്ചിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ആത്മഹത്യാ പ്രവണത ഉണ്ട് ഈ കഷായം ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊരിക്കലും കണക്കിലെടുക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ലൈസോൾ കുടിച്ചിട്ട് ആരും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ടായിരുന്നാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പഴയ സിറ്റുവേഷനൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഈ ഗ്രീഷ്മേനെ തന്നെ സ്മാർട്ട് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലേ, അതൊക്കെ നമ്മൾ കേട്ടാണ്. സ്മാർട്ട് ഗേൾ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഭയങ്കര ആശ്വാസം തരുന്നുള്ള ഒരു വിധിയാണ് ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ജാതകപ്രകാരത്തെ തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഭർത്താവ് മരിക്കും എന്നറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരുത്തനായിട്ട് കല്യാണം നിശ്ചയിച്ച് അവനായിട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് പഴയ കാമുകനായിട്ടുള്ള ഷാരോണിനെ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക്, അതായത് തെറ്റി നിൽക്കുന്ന സമയത്താണ് വിളിച്ചു വരുത്തി ഇതിൽ ഏർപ്പെട്ടതിന് ശേഷം അവനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊല്ലുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യക്തി എന്നുള്ള മരിച്ചുപോലെ കഴിഞ്ഞ രണ്ടാമത്തെ പട്ടാളക്കാരനായിട്ട് വളരെ സന്തോഷമായിട്ടുള്ള ജീവിതം നയിച്ചുകൊള്ളാം എന്നുള്ള കണ്ടീഷനിൽ എത്ര ക്രൂര എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ കഷായത്തിൽ വിഷം കൊടുത്തതിന് ശേഷം ചുണ്ട് മുതൽ എല്ലാ ആന്തരികാവയവങ്ങളും വെന്ത് പുഴുത്ത് നാക്കറ്റുപോയി എന്നൊക്കെ കേൾക്കുന്നത്. ചുണ്ട് മുതൽ പൊള്ളി
ഒരു ആകെ പഴുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് 11 ദിവസം ആ പാവം ചെറുപ്പക്കാരൻ സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രം 11 ദിവസമാണ് ആ പാവം ചെറുപ്പക്കാരൻ വെള്ളം പോലും ഇറക്കാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ വേദന സഹിച്ചിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ ഷിമോൺ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരൻ്റെ വളരെ സമയോചിതമായിട്ടുള്ള ഇടപെടലും പിന്നെ ആ പഴയ ജ്യൂസ് ചലഞ്ചിൻ്റെ വീഡിയോ അത് പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ആ ഷിമോൺ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരൻ്റെ വളരെ സമയോചിതമായിട്ടുള്ള ആ ഫോൺ കോൾ നിങ്ങൾ ഒരുവിധം കേട്ടിട്ടുണ്ടോ, ഞാൻ വീണ്ടും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ അയാൾ വളരെ പിന്നെ എന്താ പറയുക കണ്ണിങ് അല്ല ക്ലെവറായിട്ട് അല്ലേ, വളരെ ക്ലെവറായിട്ട് സംസാരിച്ചിട്ട് എവിടത്തെയാണ് ആ കുപ്പിയുടെ അടപ്പുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ഓരോ മലയാളിക്കും ആ ഫോൺ സംഭാഷണവും ഇവളുടെ കരച്ചിലും അവളുടെ ടോണും മോഡുലേഷനും എല്ലാം ഒരാൾക്കും മറക്കാൻ കഴിയില്ല. പറ്റുമെങ്കിൽ ഇത് ചില ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇനിയിപ്പോൾ വനിതാ സംരക്ഷണമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വരുമോ എന്നുള്ളത് അറിയില്ല. കാരണം പണ്ട് സ്മാർട്ട് ഗേൾ അല്ലേ, ഓർമ്മയില്ലേ, സ്മാർട്ട് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗ്രീഷ്മേനെ പുകഴ്ത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അതിൻ്റെ വേറെ വകഭേദങ്ങളായിട്ട് ആരെങ്കിലും പറഞ്ഞു വരുമെന്നുള്ള കാര്യം അറിയില്ല. ഓൾറെഡി നിലവിൽ ഇപ്പോൾ ഒരു ലേഡിയേ ഉള്ളൂ, റഫീഖ എന്നോ അങ്ങനെ എന്തോ പേര് പറയുന്നത്, റഫീഖ ബീവി അങ്ങനെ എന്തോ, ആ ഒരു ലേഡിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തു കിടക്കുന്ന ഏക സ്ത്രീ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ആ ഒരു ഇതിലേക്ക് ഗ്രീഷ്മ കൂടി വരുന്നു. ഇപ്പോൾ 2 സ്ത്രീകളാണ് ടോട്ടൽ ഉള്ളത്. എന്തായിരിക്കും ഇതിൻ്റെ ഫേറ്റ് എന്നുള്ളത് അറിയില്ല. കാരണം ഇതിൻ്റെ മേലെ കോടതികളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോടതി പറഞ്ഞിട്ടുള്ളത് മരണക്കിടക്കയിൽ കൂടി ഷാരോൺ ഇവളെ സ്നേഹിച്ചിരുന്നു. അതായത് ഒരു തുള്ളി പോലും ഇവന് സംശയം തോന്നിയിരുന്നില്ല, അല്ലെങ്കിൽ സംശയം തോന്നിയ സമയത്ത് പോലും ഒരിക്കലും ഇവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ആ ഒരു ഹിൻഡ് പോലും ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ കേസിനെ ഭയങ്കര അത്യപൂർവമാക്കുന്നത്. നമ്മൾ സിനിമയിൽ നമ്മൾ പറയില്ല അല്ലേ, സിനിമയിൽ പോലും ഇനി വരാൻ പോകുന്ന സിനിമകളിൽ എന്താ സ്ഥിതി അറിയില്ല, ഇത്രത്തോളം സ്നേഹിച്ചിട്ടുള്ള സിനിമേനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു തിരക്കഥയും അതിൻ്റെ എക്സിക്യൂഷനാണ് നമ്മൾ ഈ ഒരു കേസിൽ കണ്ടിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പ്രതിഭാഗം പറഞ്ഞിട്ടുള്ള സംഗതി ആയിരുന്നു ഗ്രീഷ്മേനെ ഉപദ്രവിച്ചു, അടിച്ചു. അപ്പം അങ്ങനെ അടിച്ച് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള രീതിയിലുള്ള ക്യാരക്ടർ അല്ല ഷാരോൺ ഉള്ളതെന്നുള്ളതും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കാരണം മരണക്കിടക്കയിൽ കിടക്കുന്ന സമയം കൂടി വാവേ എന്ന് വിളിച്ചിട്ട് അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഷാരോണിനോട് പെരുമാറിയിരുന്നതും സംസാരിച്ചിരുന്നത്. ആ ശബ്ദരേഖകളൊക്കെ നമ്മുടെ ആ വോയിസ് നോട്ട്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട്, ഞാൻ ജസ്റ്റ് ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചെന്നല്ലോ, കേട്ടാൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഈ കിടപ്പറ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കാൻ നോക്കി, അതുകൊണ്ടാണ് കൊന്നതെന്നുള്ളൊരു ആ ഒരു അലിഗേഷൻ ഷാരോണിൻ്റെ പേരിൽ വെച്ചു. അതായത് മാക്സിമം ആ ചെറുപ്പക്കാരനെ കൊന്നിട്ടും അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷവും അവൻ്റെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗ്രീഷ്മയുടെ ഉണ്ടായിട്ടുള്ളത്, പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതൊന്നും കോടതി വില വെച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു കേസിൽ എന്താ പറയുക ഒരു ഗോഡ് പ്രസൻസ് എന്ന് പറയുന്നത്, ഒരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലേ. ഈ പഴയ ഞാൻ ആദ്യം ഒരു കേസ് പറഞ്ഞില്ലേ, റഫീഖ ബീവി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി കിടക്കുന്നുണ്ട്, ഒരു വയോധികനെ കൊലപ്പെടുത്തിയിട്ടുള്ള, അവരാണിപ്പോൾ തൂക്കുകയറ് കാത്ത് കിടക്കുന്നത്. അവരുടെ കേസിൽ വിധി പറഞ്ഞിട്ടുള്ള അതേ ജഡ്ജി തന്നെയാണ്, അതേ കോടതി തന്നെയാണ് ഈ ഒരു കേസിലും വിധി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇനീഷ്യലി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് വിധി വരും എന്നുള്ളത് നമുക്ക് പറയാം. പല ആൾക്കാർ പറയുന്നത് 10 വർഷമാക്കിയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 48 സാഹചര്യ തെളിവുകളോട് കൂടിയിട്ട് വളരെ ബ്രൂട്ടൽ ക്രൈം എന്നുള്ള കണ്ടീഷനിലാണ് കോടതി ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. കോടതി പറഞ്ഞാൽ സ്ലോ പോയ്സണിങ്, അതായത് അത്രയും നരകിച്ച്, നമ്മൾ സ്നേഹിച്ചൊരു വ്യക്തിനെ അത്രയും നരകിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞിട്ടുള്ള വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ആ മനുഷ്യ, ആ ഷാരോൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി, സ്നേഹിച്ചിട്ടുള്ള വ്യക്തി, അവൻ മരിച്ചത് ഇഞ്ചിഞ്ചായിട്ടാണ്. ഇഞ്ച് എന്ന് പറഞ്ഞാൽ നാക്ക് മുതൽ എല്ലാ അവയവങ്ങളും പൊണ്ണ് പിടിച്ച് ദ്രവിച്ച് നാക്ക് അറ്റുപോയിട്ടൊക്കെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. എന്താണെങ്കിലും ഇവരുടെ കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത്. കാരണം ഇത്രയും ചെറിയ പ്രായമുള്ള ഒരു വ്യക്തിനെ ഒരു കാരണവശാലും തൂക്കിലേറ്റില്ല, വധശിക്ഷയ്ക്ക് വിധിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാവുന്നു. കാരണം വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇനിയും ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. കാരണം മേൽക്കോടതി പോയി കഴിഞ്ഞാൽ ഇതന്നെയാണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്. കാരണം അതുകൊണ്ടായിരിക്കാം ആ ഒരു ബോഡി ലാംഗ്വേജും. പിന്നെ തമിഴ്നാട് അതിർത്തിയുടെ ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു, അതും ഉണ്ടായില്ല. കേരളത്തിൽ തന്നെ വിധി പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഇതെല്ലാം ഈ കേസിൻ്റെ പ്ലസ് പോയിന്റാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഷിമോൺ സഹോദരനെ ഓർക്കാതെ വയ്യ. പിന്നെ ആ ഒരു ജ്യൂസ് ചലഞ്ച് വീഡിയോ ആണ് നിർണായക തെളിവ്. കാരണം എന്താ വെച്ചാൽ അപ്പോഴും ഒരു ജ്യൂസ് ചലഞ്ച് എന്നുള്ള എന്താല്ലേ, ജ്യൂസ് ചലഞ്ച്, കഷായ ചലഞ്ച്, ഭയങ്കരം. എന്തായാലും കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിന് തൽക്കാലം ഒരു കോമ എന്ന് വേണമെങ്കിൽ പറയാം, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നില്ല. കാരണം ഇതിൻ്റെ മുകളിൽ അപ്പീൽ പോവും.
അപ്പോൾ ഇനി ഇവിടുന്നാണ് തുടർന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇനി ഇത് ഹൈക്കോർട്ടിലേക്കും അവിടുന്ന് സുപ്രീം കോർട്ടിലേക്കോ പോകുന്ന സമയത്ത് കൂടുതൽ പാർട്ടീസിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്ത്രീപക്ഷവാദികൾ ഇതിനെങ്ങനെ കാണുമെന്നറിയില്ല. സ്മാർട്ട് ഗേൾ അല്ലേ, പറയാൻ പറ്റില്ല. സ്മാർട്ട് ഗേളിൻ്റെ ആ ഒരു സ്മാർട്ട് ഗേൾ എന്നുള്ള പരാമർശമൊക്കെ ഇവിടെ വരുമെന്നുള്ള അറിയില്ല. പഠിക്കാൻ ബിരുദധാരി. പിന്നെ ചില ആൾക്കാരുടെ പോസ്റ്റ് കണ്ടു. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ചില കേസിലൊക്കെ നോക്കിക്കാണുന്നൊരു വ്യക്തിയാണ് ഷുക്കൂർ വക്കീലിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കേസിൽ എന്തോ എനിക്കതിൽ യോജിക്കാൻ കഴിയുന്നില്ല. പുള്ളി ഇങ്ങനെ എഴുതുന്നത്, നമ്മുടെ ശിക്ഷാ നിയമത്തിൽ ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് വധശിക്ഷ. ഈ കേസിലെ പ്രതിക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ കോടതി നൽകി. തീർച്ചയായും ഈ കുറ്റവാളി ആ ശിക്ഷ അർഹിക്കുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വിധിച്ചത്. എന്നാൽ വധശിക്ഷ പ്രാകൃതമാണ് അതിനായിരിക്കും. അത് നിർത്തൽ ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ നിയമം വഴി വിചാരണ നടത്തി ശിക്ഷ നൽകണം. അത് പ്രതികാരമല്ല, കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ്. വധശിക്ഷ പ്രതികാരമാണ്, അത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. വധശിക്ഷ അവസാനിപ്പിക്കണം. എന്താണ് ഈ ആധുനിക സമൂഹം? ഏതാണ് ഈ ആധുനിക സമൂഹം? ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ടുള്ള അവൻ്റെ സ്വപ്നം, അവൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നം, ഇതൊന്നും. അപ്പോൾ പ്രതികാരം തന്നെയാണ് അതിൽ വേണ്ടത്. ഇനിയിപ്പോൾ പ്രതികാരമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രതികാരം മാത്രമാണ് അതിന് വേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ടു. അല്ലാണ്ട് ഇതുപോലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കി, സർക്കാരിൻ്റെ നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്ന പൈസ കൊണ്ട് നന്നാക്കി സർക്കാർ ചിലവരെ അവിടെ പാർപ്പിച്ച് അവരെ മാനസാന്തരം വരുത്തി അവർ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് വീണ്ടും ഒരു നല്ലൊരു ജീവിതം നയിച്ച് കുറേ കാലം പോകണമെന്നതിലൊന്നും യാതൊരുവിധ അഭിപ്രായമില്ല. അതിലൊരു അഭിപ്രായമില്ല. നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനോ അതിനോടൊന്നും ടോളറേറ്റ് ചെയ്യാനോ പറ്റില്ല. ഇയാളെ ഈ ജായത്തെ എഴുത്തിനോടൊക്കെ മനുഷ്യന് അറിയില്ലട്ടോ, അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറേ ആൾക്കാർ കണ്ടു. നമുക്ക് ആട്ടാനേ തോന്നുള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ നല്ലൊരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണ്ടെന്നുള്ള അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു വിധം എന്നുള്ള ആൾക്കാർ, അതായത് നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവം സംഭവിച്ചെങ്കിൽ അയാളുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. അയാളുടെയൊക്കെ അങ്ങനത്തെ ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുമോ പ്രതികാരമാണ് പ്രാകൃതമാണെന്നുള്ളത് പറയുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ കാണാം.